ഇന്ന് പുതിയ വിശേഷമായിട്ട് വരുന്ന ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് ഒന്ന് പോവാണ്. അതിരപ്പള്ളി തുമ്പൂർമൊഴിയൊക്കെ പോയി കറങ്ങി ഞങ്ങളിന്ന് വരും. ഇപ്പം നമ്മൾ തുമ്പൂർമൊഴി എത്താറായിട്ടുണ്ട്. അവിടെ എത്തി കഴിയുമ്പോൾ അവിടുത്തെ ഗേറ്റ് ഇതൊക്കെ കാണാൻ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ളത്. സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിടക്കുള്ളൂ. അവിടെ ആൾക്കാർ തിരക്കണമെങ്കിൽ ഞങ്ങൾ നേരെ അതിരപ്പള്ളിക്ക് പോകാനാണ് തീരുമാനിച്ചേക്കണേ. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ആയിരിക്കും ചിലപ്പോൾ പോവുക, അല്ലാത്ത പക്ഷം നമ്മൾ നേരിട്ട് പോവും. അപ്പോൾ ബസ്സിൽ വരുന്നുണ്ടോ അങ്ങനെ കൊന്നക്കുഴിയൊക്കെ കഴിഞ്ഞു, ചക്രാണി കഴിഞ്ഞു. അവിടുത്തെ ഓരോ തട്ടുകടകളാണ് കാണുന്നത്. നല്ല സീനറിയിലാണ്. തുമ്പൂർമൊഴി എത്തി, ആ കവാടം എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനെ ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് അതിരപ്പള്ളിക്കാണ് പോണത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ നമുക്ക് സമയം ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നേരിട്ട് അതിരപ്പള്ളിക്കാണ് പോണത്. എണ്ണപ്പനകളാണ് കാണുന്നത്. നല്ല നല്ല സീനറി ഉണ്ട്. അതിൽ ഇറങ്ങി നമ്മൾ നടക്കണമെങ്കിൽ എളുപ്പം വഴിക്കൂടെ പോവാം. ഇതിപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലെത്തി, നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴത്തേക്ക് പോവാണ്. ഇഷ്ടംപോലെ കുരങ്ങന്മാരും ആൾക്കാർ യാത്ര ചെയ്ത് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ കണ്ടത്. കുത്തിൻ്റെ അവിടെ എത്തി. നിറയെ പാറക്കെട്ടുകളാണ്. വർഷകാലത്ത് ഒത്തിരി വെള്ളം വന്ന് കയറി കിടക്കുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ വരണ്ട് കിടക്കാണ്. കാരണം വെള്ളം കുറവാണ്. അപ്പോൾ ചെറിയ ചെറിയ കുഴികളാണെങ്കിലും നന്നായിട്ട് വെള്ളമുണ്ട്. പാറ ഇടുക്കുകളിലൊക്കെ ഒത്തിരി വെള്ളം നമ്മൾ കുറവാണെന്ന് വിചാരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ താഴ്ചകളുണ്ടാവും. അപ്പോൾ നേരെ വെള്ളം വീഴുന്ന ഭാഗമാണത്. താഴെ കുത്തുകളുണ്ടാവും. അവിടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ ആ കയറ്റം ഇറങ്ങാൻ സുഖമാണ്, പക്ഷെ കയറി വരുമ്പോൾ ഇച്ചിരി ടയേർഡാവും നമ്മൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. അത്യാവശ്യം വെയിലുണ്ട്, എന്നാൽ കഠിനമായ ചൂടൊന്നുമില്ല. നമ്മളിനി ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ അടിയിൽ ഗുഹ പോലുള്ളൊരു ഇതാണ്. വർഷകാലത്ത് അതൊന്നും കാണാൻ പറ്റില്ല. വേനൽക്കാലത്ത് വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ വിറകുകൾ കിടക്കാം. പക്ഷെ അത് കാണാൻ നല്ല മനോഹരമായ ഒരു ഗുഹ പോലെയാണ്. അതിൻ്റെ മുകളിൽ ആൾക്കാർ വിശ്രമിക്കും. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് അത്. കണ്ട ഗുഹ പോലെ അവിടെ ഇരിക്കാനുള്ള കല്ലും ഇതൊക്കെ അവിടെ ഉണ്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ഇരിക്കാം. അതിൻ്റെ മുകളിൽ ആൾക്കാർ കിടക്കണുണ്ടോ. നമ്മൾ വിചാരിക്കും പാമ്പൊക്കെയാണ്, അവിടെ ഒന്നുമില്ല, പാമ്പൊന്നുമില്ല. സുഖമായിട്ട് കയറിയിരിക്കാം. ഫോട്ടോഷൂട്ടൊക്കെ ആൾക്കാർ ഒത്തിരി ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു വെയിലും ഒന്നും ഉണ്ടാവില്ല. സുന്ദരമായ ഒരു ഗുഹ പോലെയുള്ളത്. ഒരു 5-10 പേർക്കൊക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട്. അപ്പം അതൊക്കെ കാണാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇനി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. വീണ്ടും നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ സമയം വൈകും. കുറച്ച് സമയം കഴിഞ്ഞാൽ ആൾക്കാർ വന്നുകൊണ്ടിരിപ്പുണ്ട്. ശബരിമല സീസണായതിൻ്റെ പേരിൽ ഒത്തിരി സ്വാമിമാർ വരുന്നുണ്ട്. അതേപോലെ വൈകുന്നേരമായി പിന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കടത്തില്ലല്ലോ. അപ്പോൾ ഇനി ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ടും പോണ്. ലാസ്റ്റുള്ളവർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോണ്. അപ്പോൾ നമ്മളിനി മെയിൻ സ്പോട്ടിലെത്തി. നമ്മൾ കൊണ്ടുപോയി കുപ്പികളൊക്കെ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു കുപ്പിക്ക് 10 രൂപ വരും, ഏത് കുപ്പി കൊണ്ടായാലും. ഇപ്പം നമ്മൾ അങ്ങനെ നേരെ ഇവിടേക്ക് എത്തി കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അവിടെ കുറേ ചെറിയ ചെറിയ കടകൾ കണ്ട, ചെറിയ ഷെഡ് പോലെ കെട്ടി. അത് അവിടെയുള്ള ആൾക്കാർക്കിടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. ഒത്തിരി സാധനങ്ങൾ, ഇപ്പോൾ കളിപ്പാവകളും പാവക്കുട്ടികൾ, അതേപോലെ തൊപ്പി, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്. അത് അവരുടെ ആ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണത്. അപ്പോൾ അവിടെ ആന വരുന്നുണ്ടെങ്കിലും അതിനെ ഇങ്ങോട്ട് ശല്യം ചെയ്യാറില്ല ആ ഭാഗത്ത് കേട്ടോ. അതിരപ്പള്ളിക്ക് പോകുമ്പോൾ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് കിടക്കുന്ന അതിരപ്പള്ളി അഡ്വഞ്ചേഴ്സ് എന്നൊരു പോയിൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ മെയിനായിട്ടുള്ളത് സിപ്പ് ലൈൻ, സൈക്ലിംഗ്, മൾട്ടി റൈഡ്, ഫോട്ടോ പോയിൻ്റ് എന്നിവയാണുള്ളത്. ആകർഷണീയമായ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൽ പങ്കെടുക്കാം. ആരും ഇത് മിസ്സാക്കി കളയരുത്. കാരണം നമ്മൾ അതിരപ്പള്ളിക്ക് വരുമ്പോൾ 2-3 പോയിന്റുകൾ നമുക്ക് കിട്ടുന്നത്. അത് നഷ്ടപ്പെടുത്താണ്ട് നോക്കണം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.